വിഷയം ലഹരിച്ചുരുളിൽ അലിയുന്ന യുവസമൂഹം എന്നുള്ളതാണ്. നമുക്കറിയാം, ലഹരി എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിപത്താണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറയുന്നത് അവിടെയുള്ള യുവാക്കളാണ്. ഈ യുവാക്കളിൽ ലഹരി ഉപയോഗം കൂട്ടിക്കൊണ്ട് അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഒന്നടങ്കം തകിടമറിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇന്നിവിടെ ലഹരി കുത്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ലഹരി ഉപയോഗം കൊണ്ട് നമുക്കറിയാം, ഒരാൾക്ക് കുടുംബവും ആരോഗ്യവും അവന്റെ ബുദ്ധിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തീവ്രവാദവും ഭീകരവാദവും എല്ലാം രാഷ്ട്രീയമായ മാറ്റുകൊണ്ട് അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ലഹരി ഉപയോഗം ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള നേട്ടങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഒരിക്കലും ഒരു വട്ടം ലഹരി ഉള്ളവരും അതിലേക്ക് തന്നെ വീണ്ടും ആകർഷിക്കപ്പെടുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, ഇന്ന് ഈ ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കാട്ടിക്കൂട്ടുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നാം ദൃശ്യമാധ്യമങ്ങളിൽ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഇതിൽ ഈയിടെ വളരെ പ്രസിദ്ധമായ ഒരു വാർത്തയുണ്ടായിരുന്നു. വിദ്യാർത്ഥി ക്യാമ്പസിൽ ലഹരി നുണഞ്ഞുകൊണ്ട് ജീപ്പ് ഓട്ടിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ കവർന്നെടുത്ത സംഭവം വാർത്തകളിൽ വളരെ ഇടം പിടിച്ചൊരു സംഭവമായിരുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടിട്ടും നമ്മുടെ യുവസമൂഹം, നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈയിടെ ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളോട്